ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബോച്ചേറ്റി ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോച്ചേറ്റി പർച്ചേസ് ചെയ്യണം. നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ബോച്ചേറ്റി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഷോപ്പിൽ നിന്നാണ് ബോച്ചേറ്റി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബോച്ചേറ്റി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലെ ഒരു കൂപ്പൺ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ താഴെ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡും നമുക്കുണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു QR കോഡും അവർ ഈ ഒരു കൂപ്പണിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും എൻ്റർ ആവുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു വെബ്സൈറ്റിലോട്ട് എൻ്റർ ആവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് സ്കാനിങ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു 4 ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ ഫസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ഫുൾ നെയിമാണ്. നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. രണ്ടാമതായി വരുന്നത് നമ്മുടെ ഫോൺ നമ്പറാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോൺ നമ്പർ, ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതിലോട്ടായിരിക്കും അവർ SMS മുഖേന നിങ്ങൾക്ക് ടിക്കറ്റ് അയച്ചു തരുന്നത്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായി കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു കൂപ്പണിലെ ലാസ്റ്റ് കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് ഇവിടെ ഈ കൂപ്പൺ കോഡ് എന്നുള്ള അവിടുത്തെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളുടെ എത്രയാണോ ചോദിക്കുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെത് 9+4 13 ആണ്. ഞാനത് ഇവിടെ സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് കൊടുത്തപ്പോൾ തന്നെ എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ മൊബൈലിലോട്ട് ഒരു SMS നമ്മുടെ ടിക്കറ്റ് നമ്പർ SMS ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു SMS വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഈ ഇൻ്റർഫേസ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് പോകുന്നതാണ്. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് സൈനിങ് ഓപ്ഷനുണ്ട്, ഒന്ന് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം മൊബൈൽ നമ്പർ, നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മൂന്നാമതായിട്ട് ഒരു പാസ്വേഡ് കൂടെ, ഒരു സ്റ്റാൻഡേർഡ് പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റാൻഡേർഡ് പാസ്വേഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതെല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരു പാസ്വേഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഇമെയിൽ ID കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID-യും അതേപോലെ ഫോൺ നമ്പറും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മളോട് നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളോട് ഒരു ID പ്രൂഫ്, അതായത് ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ആധാർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്. ഞാൻ ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് OTP എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് OTP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള റീസെൻറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ OTP വരുന്നതാണ്. സബ്മിറ്റ് OTP എന്നുള്ളത് കൊടുത്തപ്പോൾ ഇതേപോലെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോച്ചേറ്റിയുടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്നുള്ളത്. നേരത്തെ നമുക്ക് SMS ആയി ലഭിച്ചിട്ടുള്ള ആ ഒരു മെസ്സേജിനകത്ത് ഒരു ടിക്കറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടിക്കറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു SMS ആയിരിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടാവുക. അതേപോലെ ഒരു ടിക്കറ്റും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ടിക്കറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് സെർച്ച് എന്നുള്ള ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു ടിക്കറ്റ് ആഡ് ചെയ്യണം. യെസ്, ഞാനത് സെർച്ച് കൊടുത്തപ്പോൾ ഇപ്പോൾ ഇതേപോലെ എൻ്റെ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടിക്കറ്റ് ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ആഡ് ക്യാഷ് എന്നുള്ള ഈ ഒരു ഐക്കൺ, മുകളിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് മൈ പ്രൊഫൈൽ ഉണ്ട്, മൈ ബാലൻസ് ഉണ്ട്, മൈ ടിക്കറ്റ്സ് ഉണ്ട്. അതിനകത്ത് മൈ ടിക്കറ്റ്സ് എന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഓൾ ഉണ്ട്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിസൾട്ട് വെയിറ്റിംഗ് ആണ് നമ്മുടേത്. അതേപോലെ തന്നെ ടിക്കറ്റ് സ്റ്റാറ്റസ് ഓളിലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതായത് എല്ലാ ടിക്കറ്റും ഇവിടെ വിസിബിൾ ആവും. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പെൻഡിങ്ങും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ പെൻഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ പെൻഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വിന്നിങ് ആകെ ഞാനൊരു ടിക്കറ്റ് മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് വിന്നിങ്ങിനകത്ത് ഒരു ടിക്കറ്റും ഇല്ല. ഇവിടെ നമുക്ക് മൈ ബാലൻസിനകത്ത് നമുക്കിവിടെ ക്യാഷ് ആഡ് ചെയ്തതിന് ശേഷം UPI കാർഡ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ടും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പർച്ചേസ് ചെയ്തതിന് ശേഷം അതിനകത്ത് കിട്ടുന്ന കൂപ്പൺ ഉപയോഗിച്ച് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.